ചൈനയുടെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ ടിക്ടോക്കിന്റെ വിൽപ്പനയ്ക്ക് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് US 4 ഗ്രൂപ്പുകളുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ കമ്പനിക്ക് ഉടമസ്ഥാവകാശം കൈമാറുവാനാണ് നീക്കം. ഡേറ്റ സുരക്ഷിതമല്ലെന്ന ആശങ്കകളുടെ പേരിൽ നടപടി നേരിടുന്ന സ്ഥാപനമാണ് ടിക്ടോക്ക്. ടിക്ടോക്കിന്റെ ചൈനീസ് മാതൃകമ്പനി ബൈറ്റ്ഡാൻസിന് ഇത് വിൽക്കാനുള്ള സമയപരിധി ഏപ്രിൽ 5 എന്നത് നീട്ടുകയോ അല്ലെങ്കിൽ US നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ജനുവരിയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ടിക്ടോക്കിന് ട്രംപ് 75 ദിവസം കാലാവധി നൽകിയതാണ്. ഈ സമയപരിധി അടുക്കുന്നതിനിടെയാണ് പരാമർശം. ജനുവരി 19-ന് കോൺഗ്രസ് നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞതോടെ ആപ്പ് ഓഫ്ലൈനായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതോടെയാണ് ടിക്ടോക്ക് താൽക്കാലികമായി പ്രവർത്തനക്ഷമമായത്. ടിക്ടോക്ക് വിൽക്കാനുള്ള അവസാന തീയതി വൈകാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചു. ടിക്ടോക്കിനെ പൂർണ്ണമായി നിരോധിക്കാനുള്ള മുൻ സർക്കാരിന്റെ ശ്രമങ്ങളിൽ നിന്നുള്ള ചുവടുമാറ്റമാണ് ട്രംപിന്റെ സമീപനമെന്നാണ് വിലയിരുത്തൽ. ചൈനയുമായി വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടുന്നതെന്നും ശ്രദ്ധേയം. സംയുക്ത സംരംഭത്തിലൂടെ ടിക്ടോക്കിന്റെ 50% ഓഹരികൾ US ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. വിൽപ്പനാ ചർച്ചകളുടെ മേൽനോട്ടത്തിന് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൻസിനെയും കഴിഞ്ഞ മാസമാണ് ട്രംപ് നിയോഗിച്ചത്.